അങ്കണവാടി ജീവനക്കാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച വിഷയത്തിൽ പെട്ടെന്ന് പന്തൽകെട്ടി സമരം തുടങ്ങിയത് കേട്ടുകേൾവി ഇല്ലാത്തതാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സമരമെന്ന് കേട്ടാൽ CPIM-ന് പരിഹാസമാണെന്നും തൊഴിലാളി വർഗ പാർട്ടി മുതലാളിത്ത പാർട്ടിയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത്. അങ്കണവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 16-ന് ചർച്ച നടത്തി തീരുമാനങ്ങൾ കൈക്കൊണ്ടതാണ്. എന്നിട്ടും സമരത്തിലേക്ക് പോയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ നിയമമന്ത്രി പി രാജീവ് ആരോപിച്ചു. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരാറോ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനം പരിശോധിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ യോഗം ചേരുമെന്നത് ഉൾപ്പെടെ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം പമ്പര് കെട്ടി സമരത്തിനിറങ്ങിയ ചരിത്രം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രേഡ് യൂണിയന് ഏതെങ്കിലും കാലഘട്ടത്തിൽ സമരത്തിലേക്ക് പോകാം. കോടതിയിൽ പോയത് എപ്പോഴാ? അതിനാണോ സമരം? അങ്കണവാടി ജീവനക്കാരോട് അനുഭവമുണ്ടെന്ന് പറയുന്ന സർക്കാർ വേതനം കൂട്ടണം എന്ന കോടതി വിധിക്കെതിരെ അപ്പീൽ പോയത് എന്തിന് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ആശാസമരത്തെ വിമർശിക്കുന്ന ആരോഗ്യമന്ത്രി ഏത് സമരത്തിലാണ് പങ്കെടുത്തതെന്നും പ്രതിപക്ഷം ചോദിച്ചു. ബഹുമാന്യായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത്? എത്ര സമരങ്ങളിലാണ് സാർ അവർ അറസ്റ്റ് വരിച്ചത്? എത്ര പോരാട്ടങ്ങളിലാണ് സാർ അവർക്ക് പരിക്ക് പറ്റിയത്? എത്ര തവണയാണ് സാർ അവർ ജയിൽവാസം? ഈ പരാമർശം ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു. ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും? ലഭിക്കുന്ന വേതനം വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാതെ വാടകയ്ക്കും പച്ചക്കറിക്കും പാലിനും കൊടുക്കേണ്ട പരിതാപകരമായ അവസ്ഥയാണ് അങ്കണവാടി ജീവനക്കാരുടേതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. അത്തരക്കാരെയാണ് സർക്കാർ പരിഹസിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഒരു മാസം ഈ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് ചെയ്യണം? സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവർ കൊടുക്കണം. ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം. പച്ചക്കറിയുടെ അഡ്വാൻസ് ഈ പാവങ്ങൾ കൊടുക്കണം. മുട്ട വാങ്ങിക്കാനുള്ള അഡ്വാൻസ് ഇവർ കൊടുക്കണം. പാല് വാങ്ങിക്കാനുള്ള പൈസ ഇവർ കൊടുക്കണം. സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗതികേട് ഈ നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഉള്ളതുപോലെ ആർക്കെങ്കിലും ഗതികേടുണ്ടോ സാർ? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.